സാർ അങ്ങനെ അഖിൽമാരാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഉമാ തോമസിന്റെ 50,000-ൽ മേലെയാണ്. അപ്പോ ഈ മാരാർക്ക് എത്ര വോട്ട് കിട്ടിയിട്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എങ്കിലും മാരാര് പറഞ്ഞുള്ള ഒരു കമന്റാണ് എനിക്ക് ഓർമ്മ തന്നെ. അരുൺകുമാറിനെ കൊണ്ട് ഒരു തവണയെങ്കിലും അഖിൽ മാരാർ മുന്നിലെത്തി എന്ന് പറയിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് പറയാൻ സാധിച്ചില്ല. ആ ഒരു സങ്കടം എനിക്കുണ്ട്. ഒന്ന്, ഇനി അത് പോട്ടെ. ഇതിപ്പോ അഖിൽ മാരാരുടെ കേസ് മാത്രമല്ല, 2020 നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എത്ര വോട്ട് പിടിച്ചു എന്ന് അറിയാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കോമഡിയാക്കി മാറ്റിയിട്ടുള്ളത് അവരായിരുന്നു. അപ്പൊ അത്തരത്തിൽ അവര് എത്രത്തോളം വോട്ട് പിടിച്ചു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. ഇതോടുകൂടി ഏതാണ്ട് 2020 ഇല്ലാതായി ഈ അഖിൽമാരെയൊക്കെ വലിച്ച് തൃക്കാക്കരയിൽ വെച്ചതുകൊണ്ട്. പിന്നെ അഖിൽമാരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ, തൃക്കാക്കരയിൽ ജയം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട്. ഏത് തെരഞ്ഞെടുപ്പിന് ഇടക്ക് പറയുന്നതൊന്നും കുഴപ്പമില്ല. കാരണം ഏതൊരു സ്ഥാനാർത്ഥി ഇപ്പൊ ഞാൻ ചെന്ന് മത്സരിക്കാൻ നല്ല സ്വതന്ത്രനാണെങ്കിലും എനിക്കറിയാം 50 വോട്ട് തികച്ചു കിട്ടൂലെന്ന് പറഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെ പറയേണ്ടി വരും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MLA ആയാലും എന്ത് ചെയ്യും, മുഖ്യമന്ത്രി BJPയുടെ വന്നാൽ എന്ത് ചെയ്യും, ആ മുഖ്യമന്ത്രിയുടെ ഇഷ്ടം വേറൊന്നായിരിക്കില്ല, എന്റെ ഇഷ്ടം വേറൊന്നായിരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായം താങ്കളുടെ പുള്ളിനെ വിളിച്ചിപ്പോൾ ഒരു ഇന്റർവ്യൂ എടുക്കുമെന്നാണ്. കാരണം എന്താണ് പുള്ളിക്ക് പറയാനുള്ളത്? തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് അഖിൽ മാരാരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തൃക്കാക്കരയിലെ ജനങ്ങൾ ഇനി ബിഗ് ബോസ് കാണാത്തവരാണോ എന്നുള്ളതാണ്. പിന്നെ പുള്ളി പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും ഓർമ്മയില്ലേ, നമ്മളൊന്ന് ചർച്ച ചെയ്താണ്. അതായത് പുള്ളി ഏതോ വാഴയുടെ സൈഡിലോ ഏതോ ബോർഡിന്റെ സൈഡിലോ മറിഞ്ഞു നിന്നപ്പോ RSSന്റെ ആളുകളൊക്കെ ഒന്നും പറഞ്ഞു. അതായത് ഇതെല്ലാം വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കും. അല്ല, പുള്ളിക്ക് കിട്ടിയ മൊത്തം വോട്ട് എനിക്ക് തോന്നുന്നു 10,000 ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴും അഖിൽമാരെ തന്നെ ജയിച്ചിട്ടുണ്ടാവും. കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും തരികിട കാണിച്ചതാണോ എന്നുള്ള സംശയം പോലും ഇരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഉമാ തോമസ്. ഒന്നാമത്തത് ഉമാ തോമസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ അറിയാം, തൃക്കാക്കര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ഉറപ്പായും ജയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒരു ഹൃദ്രോഗ വിദഗ്ധനെയും അതുപോലെ തന്നെ 2 ഡോക്ടർമാരെയൊക്കെ CPM തന്നെ പരീക്ഷിച്ചത്. ആ CPMന്റെ സ്ഥാനാർത്ഥികൾ എന്നാൽ ജയിക്കില്ലെന്നറിയാം. ഇത്തവണ യഥാർത്ഥത്തിൽ CPM അതുകൊണ്ട് പുഷ്പാദാസിനെ കൊണ്ടെന്നാണ് നിർത്തിയത്. അപ്പൊ തന്നെ ഏതാണ്ട് തോൽവി ഉറപ്പാക്കിയതിനു ശേഷമാണ് പുഷ്പാദാസിനെ നിർത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും ജയിക്കാൻ പറ്റില്ലെന്നറിയാം. അപ്പൊ ഇത്തരം ഒരു കാര്യമുള്ളപ്പോഴത്തേക്കും അവിടേക്ക് മത്സരിക്കാമെന്നൊരു സ്ഥാനാർത്ഥി പറയുന്ന വീരവാദത്തിന് ഈ തലക്ക് വെളിവ് വേണ്ടതെന്നാണ് എനിക്ക്. ശരിക്കും ബാക്കിയുള്ള BJPയുടെ സ്ഥാനാർത്ഥികളൊക്കെ ഈ എറണാകുളം ജില്ലയിൽ മത്സരിക്കുന്നില്ലേ? അവരാരെങ്കിലും ഇതുപോലെയുള്ള വാദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്? ഇപ്പൊ ഇവിടെ നിരവധി ആളുകളില്ലേ? അപ്പൊ അവരാരെങ്കിലും ഇത്തരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇന്ന് വരെ രാഷ്ട്രീയത്തിലില്ലാത്ത ഒരാളിനോട് പെട്ടെന്ന് ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. അത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം തന്നെ മറ്റേ കൊട്ടാരക്കര സീറ്റ് കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പൊ BJP പറഞ്ഞു ഞങ്ങൾക്ക് പണിയില്ല, പുറത്തുനിന്നുള്ള ആളുകളെ സ്വതന്ത്രം പിന്തുണക്കാൻ പറ്റില്ല, സ്വതന്ത്രമായിട്ടൊക്കെ പിന്തുണക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനു മുമ്പ് കോൺഗ്രസിന്റെ സീറ്റിന് വേണ്ടി ചോദിച്ചിരുന്നു. പക്ഷെ ആയിഷ പോറ്റി വന്നപ്പോൾ ആ സാധ്യത കട്ടായി. പിന്നെ കോൺഗ്രസിൽ അല്ലെങ്കിൽ സീറ്റൊന്നും കിട്ടില്ല. കാരണം ഒരാൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വാഗ്ദാനം കൊടുക്കും, പക്ഷെ ഒരിക്കലും സീറ്റ് എന്ത് ചെയ്യൂല, കൊടുക്കൂല. അപ്പൊ അങ്ങനെ കിട്ടൂല എന്ന് മനസ്സിലായിട്ടാണ് ലാസ്റ്റ് BJPയിലേക്ക് വന്നത്. BJPയിൽ രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ നേരെ 2020 ചെന്ന് ജോയിൻ ചെയ്തു. 2020 ജോയിൻ ചെയ്തിട്ട് 2020ക്കും മറ്റേ അവിടെ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ കൊട്ടാരക്കരയിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, മറ്റേ രശ്മി BJP കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി BJPയിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെയാണ് 2020, അപ്പോഴാണ് പുള്ളിയുടെ വലിയ ചിന്ത കണ്ടെത്തിയത് എന്നത്. 2 കാര്യങ്ങളാണ് പുള്ളി ഈ അടുത്ത് കണ്ടെത്തിയത്. ഒന്ന്, തൃക്കാക്കരയിൽ ജയസാധ്യത വളരെ കൂടുതലാണ്. കാരണം അർബൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്, നല്ല സാമ്പത്തികമുള്ള വിവരമുള്ള ആളുകളാണ് അവിടെ മറ്റേ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവർ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടാണ് ഇവർ വോട്ട് ചെയ്യാറുള്ളത്. ഒന്ന്. രണ്ടാമത്തെ പുള്ളി പറഞ്ഞത് മറ്റേ ഒലക്കെടുത്ത് അരി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഇടക്ക് ഒലക്കൊന്ന് ചാരി വെച്ചിട്ട് പ്രസവിക്കാൻ പോകാം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ 2 കണ്ടുപിടുത്തങ്ങൾ നടത്തി 2 ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, ഇനി രണ്ടാമത്തെ കാര്യം ഇത് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ പോരാ. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് എന്താണ് ഈ 2020 കാണിച്ചുകൊണ്ടിരുന്നതെന്ന് ആലോചിക്കണം. ഒരാള് പ്രോമി എന്ന് പറയുന്ന അങ്കമാലിയിൽ എന്തൊക്കെയോ കോമഡിയൊക്കെ കാണിച്ചാൽ ഇതാന്ന് പറയുന്ന വൈഫായിട്ട് ഇവർ 2 പേരും കൂടി ഒരു പരിപാടി പങ്കെടുത്താണ് എന്തൊക്കെയോ കോമഡിയൊക്കെ കാണിച്ച് നടക്കുന്ന ഒരാളാണ് പാവം പ്രോമി. ഇതുപോലെ പ്രോമിയും അവിടെ ജയിക്കും, അങ്കമാലി ജയിക്കും എന്നൊക്കെ പറഞ്ഞു. ഇനി പിന്നെ കുറെ പേര്, ഞാൻ പേരൊന്നും പറയുന്നില്ല, തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ ഏറ്റുമാനൂരത്തെ പുള്ളിക്കാരിയൊക്കെ ഉറപ്പായും ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ BJP സംസ്ഥാനങ്ങൾ കണ്ടുനോക്കാൻ പറയുന്ന ഡയലോഗ് മാറ്റി, അതറിഞ്ഞില്ലേ? അത് മാറ്റി. കാരണം പുള്ളിക്കാരി പറഞ്ഞു ഞാൻ വേറൊരു സംസ്ഥാനത്തും പോയിട്ടില്ല. ആദ്യം BJP ഭരിക്കുന്ന സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആരോ എന്ന് ചവിട്ടി പറയുന്നതാണ് തമിഴ്നാട്ടിലൊന്നും BJP ഇതുവരെ ഭരിച്ചിട്ടില്ല. ആദ്യം പുള്ളിക്കാരോട് ഒന്നും ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു ഇതുവരെ ഭരിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. ഇതുവരെ ഭരിച്ചിട്ടില്ല.
ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിയെ തന്നെ എവിടുന്നോ കണ്ടുപിടിച്ചാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. ആദ്യ സ്ഥാനാർത്ഥി ആരായിരുന്നു അറിയൂ? വീണ നായർ. വീണ നായർ. വീണ നായർക്ക് പക്ഷേ നല്ല രാഷ്ട്രീയ ബോധ്യവും നല്ല വിവരമൊക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ വേറൊരാൾ നിൽക്കാതെ പോയി, അത് പെരുമ്പാവൂരാണ്. അല്ലെങ്കിൽ പെരുമ്പാവൂർ ഉറപ്പായിട്ടും കിട്ടിയാനെ. ഇപ്പൊ തൃക്കാക്കര ജയിച്ച പോലെ തന്നെ പെരുമ്പാവൂരും ജയിച്ചാനെ. ഇവിടെ മറ്റേ പുള്ളിക്കാരി ഏതാണ്, ആ മറ്റേ പട്ടണക്കാട് പുരുഷോത്തമന്റെ ഒക്കെ മകന്റെ ഭാര്യ ഉണ്ടല്ലോ ഒരു പുള്ളിക്കാരി, ആ എന്താണ് ലക്ഷ്മി പ്രിയ. ലക്ഷ്മി പ്രിയ. അവർക്ക് രണ്ടുപേർക്കും പക്ഷെ വോട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയമൊക്കെ അറിയുന്ന, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, വളരെ കൃത്യമായി ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷെ രണ്ടുപേർക്കും എന്തുണ്ടായി? വോട്ടുണ്ടായി പക്ഷെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ടായിരിക്കും സാബു ജേക്കബ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ശരി, ഏതാ? അല്ല, ഇങ്ങനെ ഈ പാർട്ടി ഇനിയിപ്പോ BJP-യുടെ ഒപ്പം ലയിക്കുമോ അതോ? ചില ആളുകളെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യും, നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും. ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല, പക്ഷെ ആ ഉദാഹരണത്തിൽ നിന്നെല്ലാം വ്യക്തമാവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോകുലം ഗോപാലൻ പുള്ളി എന്തോരം സിനിമകൾ എടുത്താണ്. ഏത് സിനിമയിൽ വേണമെങ്കിലും പുള്ളിക്ക് ഒരു റോള് അഭിനയിക്കാം. പക്ഷെ പുള്ളി അതൊന്നും ചെയ്തില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ പുള്ളി ഒരു സിനിമയിൽ അഭിനയിച്ചു. അതേതെന്നറിയാമോ? ബബ്ബ എന്ന പറഞ്ഞ സിനിമയിൽ. ആ സിനിമയിൽ എന്തൊക്കെയോ പുള്ളി വന്ന് കാട്ടിക്കൂട്ടണേ. ആശാനെ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു, മറ്റേതാ ഗുണ്ടാ തലവരായിട്ട് പുള്ളി വരുന്നു, ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്കൊരു രീതിയുണ്ട്. അതായത് അവർ നല്ല പേരൊക്കെ ഉണ്ടാവുന്ന അത് കുറച്ച് മോശമാക്കിയിട്ട് എന്ത് ചെയ്യും. അതുപോലെ താങ്കൾ ഉദ്ദേശിക്കുക അറിയാമെന്നറിയില്ല, ഓർമ്മ ഉണ്ടെന്നറിയില്ല, രഞ്ജിനി ജോസ്. വളരെ സുന്ദരിയായിട്ടുള്ള, ഞാൻ അവിടെ കോളേജിലൊക്കെ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ള ഒരാളാണ് രഞ്ജിനി ജോസ്. പാട്ടുകാരിയാണ്. അപ്പോൾ ആ സിനിമയിലൊക്കെ ഒരുപാട് ചാൻസ് വന്നിട്ടുണ്ടാവും, പക്ഷെ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒരു സിനിമയിൽ പോയി അഭിനയിച്ചു. അതായത് വെച്ചാൽ റെഡ് ചില്ലീസ് എന്തോ പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇവർ ഈ ഏറ്റവും മോശപ്പെട്ടത് മാത്രം തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന കിറ്റക് സാബുവിനെ കുറിച്ച് ആളുകൾക്ക് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായി. അപ്പോൾ പുള്ളിക്ക് തോന്നിയത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്കൊന്ന് തകർത്തേക്കാന്ന് തോന്നി, ഗോകുല ഗോപാലൻ തോന്നിയ പോലെ. അതുകൊണ്ടാണ് ഈ ഭബ്ബായിലൊക്കെ പോയി അഭിനയിച്ച് വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കി പുള്ളി വെച്ചത്. അല്ലെങ്കിൽ അതിനു മുമ്പ് എത്രയോ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരടക്കം നിരവധി മറ്റേ സിജു വത്സനൊക്കെ അഭിനയിച്ച 50 കോടി മുടക്കിയ പടമൊക്കെ പുള്ളി എടുത്തിട്ടില്ലേ? ഏത് പടത്തിൽ വേണമെങ്കിലും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അഭിനയിക്കാം. പക്ഷെ അത് ഇവർക്ക് ശരിയാവില്ല. അല്ല, 19ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ പോലും ഇത്രയും ഒരു പ്രാധാന്യം കിട്ടുന്ന വേഷം പുള്ളി എന്ത് ചെയ്തില്ല. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് തോന്നും ഇത്തരത്തിൽ ഏതാണ്ട് പ്രാധാന്യമുള്ള വലിയ ആശാൻ, അതായത് മോഹൻലാലിന്റെ ആശാനായിട്ടാണ് പുള്ളിയിൽ എന്ത് ചെയ്യണം, അഭിനയിക്കണം. എന്നാൽ ആശാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജനത്തിന് തോന്നുന്നു എന്തൊരു ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്ന് ഈ അഭിനയിക്കണേന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ ഒരു പരിപാടിയായിപ്പോയി ഇത്തവണ കിറ്റക് സാബു ചെയ്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമന്റാണ് എനിക്ക് ഓർമ്മ, എന്റെ വീഡിയോയുടെ താഴെ വന്നത്. ഇവര് മത്സരിക്കുന്നത് പഞ്ചായത്തിലാണെന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഇവർ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വന്നൊരു ആള് കമന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ താഴെ വന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഇത് പഞ്ചായത്തിലല്ല കലാഭവനോടാണ് ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മത്സരിക്കുന്നത്. അതാണ് കറക്റ്റ്. അത്തരത്തിൽ ഒരു പുള്ളി വിചാരിച്ചു. പിന്നെ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കിറ്റക് സാബു ഈ സംഘടനയെ കൊണ്ടു നടക്കുന്നത് ഭയങ്കര ഭാരിച്ച് ചെലവുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പണിയാണ്. ലൈഫിലെ വലിയ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ആവശ്യമുണ്ട്. അതിനൊന്നും ആവശ്യമില്ല ഇനി. പിന്നെ NDAയുടെ കൂടെ നിൽക്കുമ്പോൾ കുറെ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, നമുക്കറിയാം. ഒരു പേരിന് നിന്നാൽ പോലും വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പതുക്കെ എന്ത് ചെയ്യും, 2020 ബാക്കി പകുതി പകുതിയായിട്ടുണ്ട്. ആ പകുതിയുള്ള 2020 ഫുള്ളായിട്ട് വിഴുങ്ങി കഴിഞ്ഞാൽ പ്രശ്നം തീരും. അപ്പൊ അത് സാബുവും ഫ്രീ ആവും. പിന്നെ അവനവന്റെ കാര്യമൊക്കെ എന്ത് ചെയ്യാൻ നോക്കാം. കിറ്റക് സാബിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര നഷ്ടമായിരിക്കുള്ളൂ ഈ പരിപാടി. കാരണം ഞാൻ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയണം, സമയം ചെലവഴിക്കുന്നത് വലിയ നഷ്ടമാണ്. കാരണം ആ സമയം കൂടി അതിനകത്ത് ചെലവഴിച്ചാൽ വലിയ ഗ്രോത്ത് സ്വന്തം ബിസിനസ്സിലുണ്ടാവും. അത് വിചാരിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അതിന് അഖിൽമാരൊക്കെ സഹായിച്ചു എന്ന് പറയുന്നത് കൃതാർത്ഥതയായിരിക്കും 2020 ഉണ്ടാവും. അല്ലെങ്കിൽ അഖിൽമാരൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയൊക്കെ വല്ല ആവശ്യം കിട്ടും. നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഇതിപ്പോ അഡ്വക്കേറ്റ് ചാർലി പോൾ പോലെ അല്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ തന്നെ നല്ല ആളുകളൊക്കെ ഉണ്ട്. ആളുകൾ ആരെങ്കിലും പിടിച്ച് സ്ഥാനാർത്ഥിയൊക്കെ പോലും അവരെ കഴിഞ്ഞവണ കിറ്റക് സാബു ഒന്ന് മനസ്സിലാക്കണം, ഇതെല്ലാം ഈ 8 മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിൽ മത്സരിച്ചിട്ട് ഏതാണ്ട് 14.5% വോട്ട് നേട്ടിയതാണ്. ആരും അറിയപ്പെടുന്ന ആളില്ല, ഒരു സീരിയൽ നടിയില്ല, ലക്ഷ്മിപ്രിയയില്ല, ആരുമില്ല, അഖിൽമാരാരുമില്ല, ബിഗ് ബോസും ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നണത് പുള്ളി ഒരു ബിഗ് ബോസ് 2 ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന് പറ്റിയ ആളുകളാണ്. ഇനി അടുത്തത് ബിഗ് ബോസിൽ ഈ ആതിര മറ്റേ നായരെയൊക്കെ എടുക്കാം. അത് ഒരു നല്ല കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇവർ ചെയ്തേക്കണത്.
ഒന്ന് ആലോചിച്ച് നോക്ക്, 50,000 വോട്ടിന്. അല്ല 50,000 കൂടെ പുഷ്പദാസ് കമ്പനി. ആ അപ്പൊ ഇവരുടെ വോട്ട് എത്രയായിരിക്കും? അല്ല, എന്നിട്ടാണ് ഇത് പറയണത്. ഏറ്റവും വലിയ തമാശ ഈ ഷിജിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഏതൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് അല്ലേ, MLA ആയാൽ ഞാനിപ്പോ വാഗ്ദാനം ഒന്നും കൊടുക്കുന്നില്ല. വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാഗ്ദാനം കൊടുത്തിട്ട് പിന്നെ അത് തെറ്റിച്ച് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നു. ആര് പറയാ? ശരിക്കും അഖിൽമാരാർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അഖിൽമാരാർക്ക് എന്ത് വാഗ്ദാനവും കൊടുക്കാം. കാരണം എന്താ, ഇനി വേറൊരു തമാശ കൂടി താങ്കളോട് പറയാം, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ 2020 ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് വേറൊരാൾ പറഞ്ഞ കമന്റാണ് എനിക്ക് മനസ്സിലായത്, ചിരിവത്. അവര് തോക്കുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോ പുള്ളിയോട് ഗൗരവത്തിൽ പറയാണ്, അതൊക്കെ ശരിയല്ലേ സാറേ, പക്ഷെ തോറ്റു എന്ന് അവരെ പറഞ്ഞ ആര് മനസ്സിലാക്കൂ? തെരഞ്ഞെടുപ്പില് നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. അവരെ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് ആർക്കാണ് അവരെ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റാതെ ചോദിക്കണം. അത് ആലോചിച്ച് നോക്കിയേ, ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഒരാൾ പറയാൻ പറ്റുന്ന കമന്റാണ്. ഇതിന്റെ ഗ്രാവിറ്റി താങ്കൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആൾ ആ ഡയറക്ഷനിലൊന്നും ആലോചിക്കണം. ഒരാൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു, അയാൾ തോക്കുന്നു, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ തോറ്റു എന്ന് എന്നെ പറഞ്ഞ് വേറൊരാള് എങ്ങനെ മനസ്സിലാക്കുമെന്ന്? ഞാൻ തോറ്റു എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റണ്ടല്ലേ? ഇനി വേണ്ട, വേറൊരാൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവണ്ടല്ലേ? അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോധക്കേടുകളാണ് ഈ പറയുന്ന ഇതിൽ കുറെ ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ്. അതിൽ ഏറ്റവും വലിയ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പായിരുന്നു എന്ത്, അഖിൽമാരാർ. സത്യത്തിൽ ഇനി നമുക്ക് പേടിക്കാനില്ല. 2020 അഭൂതപൂർവമായ വളർച്ചയായിരിക്കും നേടുന്നത്. കാരണം അഖിൽമാരാരുടെയൊക്കെ നേതൃത്വം കൊണ്ട് വലിയ ഗംഭീരമായ വിജയങ്ങളിലേക്ക് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ ആ വിഷയങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് തമാശകൾ ഉണ്ടായതിന് നമ്മൾ അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കും. അഖിൽമാരാരോട് എനിക്ക് പറയാനുള്ളത്, ഇനി ആരും സീറ്റ് തന്നില്ലെങ്കിലും സ്വതന്ത്രരായെങ്കിലും അഖിൽമാരാരെ മത്സരിക്കണം എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ അത് തൃക്കാക്കരയിൽ തന്നെ മത്സരിക്കണം. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സിനിമാ പോസ്റ്റർ പോലെയുള്ള കുറെ പോസ്റ്ററുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രചരണം നടത്തണം. അഖിൽമാരാരി ഒരു ഭരണഘടന വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റർ, ഒരു ഫ്ലക്സ് ആണ് വൈറ്റില ജംഗ്ഷനിൽ വെച്ചേക്കുന്നത്. ഭരണഘടന ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ കൂടെ ഉണ്ടായ ഒരു മാധ്യമ പ്രവർത്തകൻ, ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, പുള്ളി എന്നോട് പറഞ്ഞൊരു വാചകം കിട്ടി, ഞാൻ ഞെട്ടിയായിരുന്നു. പുള്ളി പറഞ്ഞു, അങ്ങനെയെങ്കിലും ആ ബുക്കൊന്നും തുറന്നല്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും അതായത് ഈ അഖിൽമാരാരൊക്കെ അത് ഇരുവും പിണറായി വിജയനെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിക്കുന്നതൊന്നും ഒരു ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ അല്ല. അതുപോലെ മറ്റേ വയനാട് മുണ്ടക്കൈ ചൂരൽമല അവർക്ക് വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കുന്നു. എങ്ങനെ വീട് വെച്ച് കൊടുക്കുക? എന്നിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾ വീട് വെച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ അടുത്ത ഒരുപാട് പേര് പറഞ്ഞില്ല അവരൊന്നും വെച്ച് കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, തൃക്കാക്കരയിലെ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ അതിലൊരാൾ ഞാനും കൂടിയാണ് എന്നുള്ള കുറ്റസമ്മതം ഞാൻ നടത്തുന്നു. ഇതൊരു കൺഫെഷൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.